കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുന്ന ദിവസം കൂടിയാണ്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷാവിധി പറയുക. പ്രതി സന്ദീപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യം കൂടിയുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നും സാധ്യമായ പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഷീജ എന്നോടൊപ്പം ചേരുകയാണ് ഈ വാർത്തയുടെ സമഗ്ര വിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ഷീജ, ഗുഡ് മോർണിംഗ്. 2023 മെയ് 10 നമ്മുടെ നാടിനെ നടുക്കിയ ആ സംഭവം ഉണ്ടായത്. ഡോക്ടർ വന്ദനാദാസിനെ സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം. ഇന്നും അതിന്റെ ഞെട്ടൽ നമ്മളിൽ നിന്ന് മാറിയിട്ടില്ല ഷീജ. ഇപ്പോൾ ആ കേസിന്റെ വിധി എന്ന് പറയാൻ പോവുകയാണ്. സന്ദീപ് കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു, അല്ലേ? തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2023 മെയ് 10 പുലർച്ചെ എന്ന് പറയുന്നത് നമ്മൾ ഏവരും ഒരു ഞെട്ടലിന്റെ വക്കലിലായിരുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം അത്രത്തോളം ഒരു വലിയ ക്രൂരതയാണ് ഈ ഡോക്ടർ വന്ദനദാസിനോട് പ്രതി സന്ദീപ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും സന്ദീപ് അവിടെ രോഗിയായി എത്തിയ ഒരു വ്യക്തിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു അതിക്രമം വന്ദനദാസിന് നേരിടേണ്ടി വന്നതും മരണത്തിലേക്കടക്കം കാര്യങ്ങൾ എത്തുന്നതും. ഏതായാലും അതിന്റെ ഞെട്ടലിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മലയാളികൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. ഇപ്പോൾ ഏതായാലും ആ കേസിന്റെ ശിക്ഷാവിധിയാണ് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി 1 അതിന്റെ ശിക്ഷ ഇന്ന് വിധിക്കുക. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കേസിൽ വിധി പ്രസ്താവിക്കുന്ന ദിവസം പ്രതിയായിട്ടുള്ള സന്ദീപ് കുറ്റക്കാരനാണ് എന്നുള്ളത് കോടതി കണ്ടെത്തിയിരുന്നു. പ്രത്യേകിച്ചും കൊലപാതകം, വധശ്രമം, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം എന്നീ വകുപ്പുകളിൽ അത് കുറ്റക്കാരനാണ് എന്നുള്ള കണ്ടെത്തൽ തന്നെയായിരുന്നു കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏതായാലും എന്താണ് സന്ദീപിന് ശിക്ഷ ലഭിക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സന്ദീപിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ നൽകണം എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേസമയം മാനസിക പ്രശ്നം നേരിടുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് എന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിക്ഷയിൽ ഇളവ് വേണം എന്നുള്ള വാദമായിരിക്കും ഇന്ന് പ്രധാനമായും പ്രതിഭാഗം കോടതിയിൽ മുന്നോട്ട് വയ്ക്കുക. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ അത് ഇതിനകം തന്നെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. കാരണം ഈ കേസിന്റെ വിചാരണ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കേസിൽ പ്രതിയായിട്ടുള്ള സന്ദീപിനെ ഒരു ഷീജ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഇടപെടലിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സന്ദീപ് ഈ കേസിനെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, മാനസിക രോഗിയാണ് താനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം. അയാളിത് എങ്ങനെയാണ് ഒപ്പിച്ചത്? ഇയാൾ ജയിൽ ലൈബ്രറിയിൽ നിന്ന് ഈ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുകയും അതിൽ നിന്ന് മാനസിക രോഗിയായി മാറിയാൽ അല്ലെങ്കിൽ അഭിനയിച്ചാൽ തെളിയിക്കപ്പെട്ടാൽ കേസിൽ ശിക്ഷയിൽ ഇളവ് ലഭിക്കും എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാനസിക രോഗിയായി അഭിനയിക്കുന്നു. പക്ഷേ വളരെ തന്ത്രപരമായി പ്രോസിക്യൂഷൻ അത് പൊളിച്ചെടുക്കുന്നു. അതിന്റെ സാഹചര്യത്തിലാണ് ഇയാൾ കുറ്റക്കാരനാണെന്നും എന്ന കണ്ടെത്തലിലേക്ക് കോടതി എത്തുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതിനകത്ത്. തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ഈ കുറ്റവാളി എത്രത്തോളം അതായത് അയാൾ എത്രത്തോളം വലിയൊരു കുറ്റവാളിയാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. അത് തന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിക്കാട്ടിയതും. പ്രോസിക്യൂഷൻ തെളിവുകൾ സഹിതമാണ് ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിന്റെ അവകാശവാദങ്ങൾ ഖണ്ഡിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ജയിലിലായിരുന്ന സമയത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏത് രീതിയിലാണ് ഒരു മനോരോഗി എന്ന നിലയിലാണെങ്കിൽ കേസിൽ ഇളവ് ലഭിക്കും എന്നത് കൃത്യമായ രീതിയിൽ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കി കോടതിയിലെത്തുന്ന അവിടെ ജയിലിൽ തന്നെ എത്തിയ ഈ സന്ദീപിന്റെ മനോനില പരിശോധിക്കുന്നതിന് വേണ്ടി ചില ഡോക്ടർമാർ ജയിലിലടക്കം എത്തിയിരുന്നു. അവരോടക്കം പരസ്പര ബന്ധമില്ലാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ നടത്തി അത്തരത്തിൽ വരുത്തി തീർക്കാനുള്ള നീക്കങ്ങൾ അത് സന്ദീപ് കൃത്യമായ രീതിയിൽ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. ആ കാര്യങ്ങൾ എല്ലാം തന്നെ തെളിവുകൾ സഹിതമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കോടതി ഈ കേസിൽ പ്രതി സന്ദീപ് കുറ്റക്കാരനാണ് എന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് ഏതായാലും 11 മണിക്ക് കോടതി ആരംഭിക്കുമ്പോൾ തന്നെ കോടതിയിൽ ഈ വിധിയിന്മേലുള്ള വാദം ആരംഭിക്കുന്നതായിരിക്കും. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം നടക്കുന്നതായിരിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ശിക്ഷാവിധി എന്തായിരിക്കും എന്നുള്ളത് കോടതി പ്രഖ്യാപിക്കുന്നുണ്ടാവുക. ഒരുപക്ഷെ ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ. ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായും. കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലേ പറഞ്ഞത്? ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകും തന്നെ ഉറപ്പിക്കാമല്ലോ.
അതെ അതെ, ശിക്ഷാവിധി ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ശിക്ഷാവിധി പ്രസ്താവിക്കുന്നതിന് മുൻപ് ഇതിലുള്ളൊരു വാദം നടക്കും, വിധിയിന്മേലുള്ള വാദം നടക്കുന്നതായിരിക്കും. അപ്പോൾ പ്രോസിക്യൂഷന് പറയാനുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറയും. പ്രത്യേകിച്ചും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയത് കൊണ്ട് തന്നെ പരമാവധി കുറഞ്ഞ ശിക്ഷ നൽകണം എന്നുള്ളൊരാവശ്യമായിരിക്കും പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുക. പക്ഷേ പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇതിൽ ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ സന്ദീപിന് നൽകേണ്ടതുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു അതിക്രമമാണ് സന്ദീപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്, അത്തരത്തിലുള്ളൊരു കുറ്റകൃത്യമാണ് സന്ദീപിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ കേസിനെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള നീക്കം സന്ദീപ് നടത്തിയിട്ടുണ്ട്. അത് സന്ദീപിനുള്ളിലെ കുറ്റവാളി തന്നെയാണ്, കൊടും കുറ്റവാളി തന്നെയാണ് അതിലൂടെ പുറത്തു വന്നിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഏതായാലും 11 മണിക്കാണ് കോടതിയുടെ നടപടികൾ ഇന്ന് ആരംഭിക്കുക. അതിന് മുന്നോടിയായി തന്നെ 10 മണിയോടുകൂടി തന്നെ ഡോക്ടർ വന്ദനദാസിന്റെ മാതാപിതാക്കൾ ഇവിടെ കോടതിയിലേക്ക് എത്തുന്നതായിരിക്കും. അതിനുശേഷം അവർ ഈ 11 മണിക്ക് കേസ് പരിഗണിക്കുമ്പോൾ അവരും കോടതി മുറിയിൽ ഉണ്ടാകും. കഴിഞ്ഞ ദിവസം ഈ വിധി കേൾക്കാനും അവർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വിധിയിൽ പൂർണ്ണ തൃപ്തി അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധിയായിട്ടുള്ള ശിക്ഷ ലഭിക്കും എന്നുള്ളൊരു പ്രത്യാശ തന്നെയാണ് അവരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ മാത്രമേ ഞങ്ങളുടെ മകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് ആ മാതാപിതാക്കൾ നമ്മളോടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും കേരളം കാത്തിരിക്കുകയാണ് മനു ആ ശിക്ഷാ വിധിക്ക് വേണ്ടി. ഏറ്റവും കൂടിയ ശിക്ഷ തന്നെ പ്രതിയായിട്ടുള്ള സന്ദീപിന് ലഭിക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം തന്നെയാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിനുള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ആ രീതിയിലുള്ള തെളിവുകൾ, പ്രത്യേകിച്ചും ഏകദേശം 70ഓളം തെളിവുകൾ, അതോടൊപ്പം തന്നെ 207 ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ, 70ഓളം സാക്ഷികളെ ഈ കോടതിയിൽ ഇതിന്റെ ഭാഗമായി പ്രോസിക്യൂഷൻ എത്തിച്ചിട്ടുണ്ട്. അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കോടതിയിൽ ഈ കുറ്റം സന്ദീപിന്റെ ഭാഗത്ത് നിന്നും എത്രത്തോളം വലിയ കുറ്റകൃത്യമാണ് ഉണ്ടായത് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ എത്തിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സന്ദീപ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്.